നമസ്കാരം. ഉത്രാട സന്തോഷം നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ ഓണത്തേരിലേറി ഉത്രാടം എത്തി. നാളെ നാടിന് ആഘോഷമായി തിരുവോണം. ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ തിരക്കുകളുടെ പാരമ്യത്തിൽ നാടും നഗരവും സന്തോഷ തിരക്കിലാണ്. ഒന്നാം ഓണം എന്നാണ് ഉത്രാടത്തെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. ഒന്നാം ഓണത്തെ കുട്ടികളുടെ ഓണം എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ദിവസം കുട്ടികൾ ഓണം ആഘോഷിക്കുകയും മുതിർന്നവർ തിരുവോണം ആഘോഷിക്കുന്നതിനായുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾക്കായി ഓടി നടക്കുകയും ചെയ്യും. ഇതിനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. ഉല്ലാസവും സംസ്കാരവും ഒത്തുചേരുമ്പോഴാണ് ജീവിതം ഉത്സവമായി മാറുന്നത്. ഉല്ലാസത്തിനു വേണ്ടി സംസ്കാരത്തെ നശിപ്പിക്കരുത്. ഭഗവാനോടുള്ള കൃതജ്ഞതയുടെയും ഭക്തിയുടെയും പ്രതീകമാണ് പൂക്കളം. സത്യത്തിൽ നമ്മുടെ ഉള്ളിലാണ് ഭഗവാന് പൂക്കളം ഒരുക്കേണ്ടത്. ഓരോ ഹൃദയത്തിലും കാരുണ്യവും സ്നേഹവും നിറയുമ്പോൾ ആ ഹൃദയങ്ങളെല്ലാം ചേർന്ന് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളമായി തീരും. നമുക്ക് ആഹ്ലാദം തരുന്നത് എന്തും മറ്റുള്ളവർക്ക് കൂടി ആനന്ദം പകരുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സജ്ജനങ്ങൾക്കും ഓണാശംസകൾ നേരുന്നു. തുടർന്ന് നമുക്ക് മനസ്സിന് അമൃതധാരയാകുന്ന ഗുരുവചനം കേൾക്കാം. അഹന്തയുടെ സമർപ്പണം മാത്രമാണ് നമ്മളിൽ നിന്ന് ഗുരു ആവശ്യപ്പെടുന്ന ദക്ഷിണം. മാതാ അമൃതാനന്ദമയി ദേവി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദലഹരി ആലപിക്കുന്നത് കേൾക്കാം. യോഗക്ഷേമധുരന്ധരസ്യ സകല ശ്രേയപ്രദോദ്യോഗിനോ ദൃഷ്ടാദൃഷ്ടമതോപദേശകൃതിനോ ബാഹ്യാന്തരവ്യാപിനഃ സർവജ്ഞസ്യ ദയാകരസ്യ ഭവത കിം വേദിതവ്യം മയാ ശംഭോ ത്വം പരമാന്തരംഗയിതി മേ ചിത്തേ സ്മരാമ്യന്വഹം. ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം. ശ്രീ പരമേശ്വരന്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ് ശിവാനന്ദലഹരിയിലെ 35-ാം ശ്ലോകം വിവരിക്കുന്നത്. ലഭിക്കാത്തതിനെ ലഭിക്കുക എന്നുള്ളതാണ് യോഗം. നേടിയത് സംരക്ഷിക്കുന്നതാണ് ക്ഷേമം. ഭക്തനെ സംബന്ധിച്ച് ഇത് രണ്ടും വേണം. അങ്ങനെ സർവ്വലോകത്തിനും യോഗക്ഷേമത്തെ നൽകുന്ന ഭാരം ധരിക്കുന്നവനാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ. സകലർക്കും ശ്രേയസ്സും പ്രേയസ്സും നൽകുന്ന ഭഗവാന്റെ ലീലയെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ശിവാനന്ദലഹരിയിൽ 35-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പറയാണ്, യോഗക്ഷേമ ദുരന്ധരസ്യ സകല ശ്രേയ
ശ്രേയപ്രദോദ്യോഗിനോ ദൃഷ്ടാദൃഷ്ടമതോപദേശകൃതിനോ ബാഹ്യാന്തരവ്യാപിനഃ സർവജ്ഞസ്യ ദയാകരസ്യ ഭവത കിം വേദിതവ്യം മയാ ശംഭോ ത്വം പരമന്തരംഗ ഇതി മേ ചിത്തേ സ്മരാമ്യന്വഹം. പരമേശ്വരൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെ ആദ്യം ഓർമ്മിക്കുകയാണ്. ഒരേ സമയത്ത് പലതുമാണ്, എന്തെല്ലാം അല്ല, അതാണ് ചിന്തിക്കേണ്ടത്. പറയാണ് യോഗക്ഷേമ ദുരന്ധരനാണ്, സകല ശ്രേയപ്രദോദ്യോഗിയാണ്, ദൃഷ്ടാദൃഷ്ടമതോപദേശകൃത്താണ്, ബാഹ്യാന്തരവ്യാപിയാണ്, സർവജ്ഞനാണ്, ദയാകരനാണ്. അങ്ങനെയുള്ള ഭവാനോൻ, ഇതാണ് ഭവാന്റെ സ്വരൂപം. യോഗക്ഷേമങ്ങളെ നൽകുക എന്നുള്ള ഭാരം, അതാണ് യോഗക്ഷേമധുരം. അതിനെ ധരിക്കുക. എന്താണത് പറഞ്ഞതിൻ്റെ താല്പര്യം? സാമാന്യമായിട്ട് യോഗക്ഷേമ ശബ്ദം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ലഭിക്കാത്തതിനെ ലഭിക്കുക എന്നുള്ളതാണ് യോഗം. ഇപ്പോൾ കൈവശമില്ലാത്തതിനെ നേടുക, നേടിയതിനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ക്ഷേമം. അപ്പം നമ്മെ സംബന്ധിച്ച് രണ്ടും വേണം. യോഗക്ഷേമങ്ങൾ വേണം. ഇപ്പോഴില്ലാത്ത വസ്തുവകകളെ നേടണം, രണ്ട് നേടിയവയെ സംരക്ഷിക്കണം. ഇപ്പം സർവപ്രപഞ്ചത്തിൻ്റെയും സർവജീവരാശിയുടെയും സകലരുടെയും യോഗക്ഷേമങ്ങളെ അവർക്ക് പ്രദാനം ചെയ്യുക എന്നുള്ള ഭാരം ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ യോഗക്ഷേമ ദുരന്ധരനാണ് ഭഗവാൻ. അതിലൂടെ സർവേശ്വരൻ്റെ ലോക സംരക്ഷണം എന്നുള്ള ഭാഗം വ്യക്തമായി പറയുകയാണ്. സകല ശ്രേയപ്രദോദ്യോഗിനഃ, സകലർക്കും സകല പ്രകാരത്തിലും ശ്രേയസ്സിനെ പ്രദാനം ചെയ്യുക എന്ന ഉദ്യോഗത്തോടു കൂടിയവൻ. അപ്പോൾ ഭഗവാന്റെ ഉത്സാഹം സകലർക്കും സകല പ്രകാരത്തിലും ശ്രേയസ്സിനെ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യജീവിതത്തിൽ പ്രധാനമായി നേടേണ്ടത് രണ്ടാണ്: പ്രേയസ്സും ശ്രേയസ്സും. ഉപനിഷത്ത് തന്നെ പ്രഖ്യാപിക്കും, ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതഃ എന്ന്. ശ്രേയസ്സും പ്രേയസ്സും മനുഷ്യനെ പ്രാപിക്കുന്നു. മനുഷ്യൻ്റെ മുമ്പിലുള്ള രണ്ടാണവ. പ്രായേണ പ്രേയസ് എന്നുള്ള ശബ്ദം കൊണ്ട് പ്രിയതമങ്ങളായ വിഷയങ്ങളെ അർത്ഥമാക്കുന്നു. ഇപ്പോൾ ഈ ലോകത്തിലെ എല്ലാവിധ സമ്പദ് ഐശ്വര്യങ്ങളും നേടുക, ബാഹ്യങ്ങളായ സുഖങ്ങളെ നേടുക, സുഖഹേതുവാകുന്ന പദാർത്ഥങ്ങളെ നേടുക, എല്ലാം വേണ്ടതാണ്. മനുഷ്യനതെല്ലാം വേണം. എന്നാൽ അതെല്ലാം പ്രേയസ് എന്നുള്ളതിലാണ് ഉൾപ്പെടുക. തീർച്ചയായിട്ടും മനുഷ്യന് പ്രേയസ് വേണം. എന്നാൽ അത് മതിയോ? പോരാ. വിശേഷബുദ്ധിയുള്ള, കാര്യത്തിലൂടെ കാരണത്തെ കണ്ടെത്താൻ കഴിവോടൊത്ത, അതിലുപരി ഈ സംസാരത്തിൽ നിന്ന് പരിപൂർണമായി മുക്തമാകാനുള്ള കഴിവോടുകൂടിയ മനുഷ്യനെ സംബന്ധിച്ച് പ്രേയസ് മാത്രം പോരാ, ശ്രേയസ്സും വേണം. ശ്രേയസ് മോക്ഷമാണ്. ശ്രേയസ് അജ്ഞാന നിവൃത്തിയാണ്. ശ്രേയസ് പരമാനന്ദ പ്രാപ്തിയാണ്. ശ്രേയസ് തൻ്റെ കേവല ഭാവമാണ്. അപ്പോൾ നേരത്തെ യോഗക്ഷേമങ്ങളെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാനെന്ന് പറഞ്ഞതിലൂടെ പ്രേയസ്സിനെ പ്രദാനം ചെയ്യുന്നവനാണെന്ന് വന്നു. കാരണം യോഗവും ക്ഷേമമൊക്കെ ഉൾപ്പെടുന്നത് പ്രേയസ്സിലാണ്. അത് കഴിഞ്ഞ ഉടനെ പറയുകയാണ് സകല ശ്രേയപ്രദോദ്യോഗിനഃ,
സകലർക്കും സകല പ്രകാരത്തിലും ശ്രേയസ്സിനെ, മുക്തിയെ, നിശ്രേയസത്തെ, പരമപുരുഷാർത്ഥത്തെ, പരമാനന്ദപ്രാപ്തിയെ അഥവാ പരമമായ സ്വാതന്ത്ര്യത്തെ പ്രദാനം ചെയ്യുക എന്ന ഉദ്യോഗത്തോടൊത്തവൻ. അങ്ങനെ ഒരുപോലെ ശ്രേയസ്സിനെയും പ്രേയസ്സിനെയും പ്രദാനം ചെയ്യുന്നവനാണ് ഈശ്വരൻ. ഈ രണ്ട് ഭാവങ്ങളാണ് അടുത്തടുത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. യോഗക്ഷേമ ദുരന്ധരസ്യ സകലശ്രേയപ്രദോദ്യോഗിനഃ. അങ്ങനെയുള്ള ഭഗവാന് ഞാനെന്താണ് മനസ്സിലാക്കിപ്പിക്കേണ്ടത്? ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാവരുടെയും ഉള്ളിൽ നിലകൊള്ളുന്ന പരമാന്തരംഗ സ്വരൂപനാണ് എന്ന്. ഇതാണ് ശ്ലോകത്തിൻ്റെ താത്പര്യം. ഈ ശ്ലോകത്തെ നല്ലപോലെ പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ആവട്ടെ. തുടർന്ന് വൈദിക ക്രിയകളെയും ക്ഷേത്രങ്ങളിലെ ആരാധനാക്രമങ്ങളെയും കുറിച്ചുള്ള ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുടെ വൈവിധ്യത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. 3 തരത്തിലുള്ള ഉത്സവങ്ങൾ, പടഹാദി എന്നും ധ്വജാദി എന്നും അങ്കുരാദി എന്നുള്ള 3 തരത്തിലുള്ള ഉത്സവത്തിൻ്റെ വൈവിധ്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇനി ഓരോ ഉത്സവത്തിനും, അതായത് പ്രത്യേകിച്ച് നമ്മളൊരു അങ്കുരാദി ഉത്സവത്തിൽ ഈ 3 എണ്ണവും വന്നു പോകുന്നുണ്ട് എന്നതുകൊണ്ട് അതിൻ്റെ ക്രിയാവിധാനങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഓരോ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറഞ്ഞുകൊണ്ട് അതൊന്ന് വിസ്തരിക്കാം എന്ന് തോന്നുന്നു. മുളദ്രവ്യങ്ങളെ, ധാന്യങ്ങളെ മുളപ്പിച്ച് ആ നിത്യേന അതിനെ പൂജിക്കുന്ന ഒരു സംവിധാനമാണ്. 5 അഹസ്സായിട്ട് 7 അഹസ്സായിട്ടൊക്കെയാണ് ഉത്സവങ്ങൾ നിശ്ചയിക്കുക. ഈ അഹസ് എന്നുള്ളത് കൊണ്ട് രാത്രി എന്നാണ് കണക്ക്. ഇത്ര രാത്രി എന്നുള്ള കണക്കിൽ ആണ് ഈ ഉത്സവങ്ങളെ നിശ്ചയിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ഈ പറഞ്ഞതുമാതിരി ആദ്യത്തെ ദിവസം കൊടിയേറ്റത്തിന് മുന്നോടിയായിട്ട് അങ്കുരാരോപണം, അതായത് മുളയിടുക എന്ന് പറയുന്നൊരു ചടങ്ങ് നിർവഹിക്കുന്നു. ഈ മുളയിട്ട മുളയിൽ, അതായത് മുളംപാലികയിൽ നിറച്ചിട്ടുള്ള മണ്ണും ചാണകവും മണലും ഒക്കെ കൂടി മിക്സ് ചെയ്ത് നിറച്ചിട്ടുള്ള ആ മണ്ണിലേക്ക് മുളദ്രവ്യങ്ങൾ സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ദേവനെ, വിശേഷമായിട്ട് വിഷ്ണുവിനെയും സോമനെയും പൂജിക്കുന്നു. അത് കഴിഞ്ഞ് ദേവനെയും പൂജിച്ച ശേഷം ഈ എല്ലാ ദിവസവും ഈ മുളയുടെ പരിപാലനം വളരെ കൃത്യമായി നിത്യേന വെള്ളം നനച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇത് പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. വളരെ സങ്കീർണമായ കുറേ ക്രിയാക്രമങ്ങൾ അതിനോടൊപ്പം ചേർന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം, അതായത് അങ്കുരാരോപണം കഴിഞ്ഞാൽ, മുളയിടൽ കഴിഞ്ഞാൽ പുറത്ത് വളരെ വൈശേഷികമായിട്ടുള്ള കൊടിയേറ്റത്തോടുകൂടി ഉത്സവത്തിൻ്റെ വലിയ ആഘോഷങ്ങൾ തുടങ്ങുകയാണ് പിന്നീട് ചെയ്യുന്നത്. എന്നാൽ ധ്വജാദി ഉത്സവം മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആദി എന്ന ശബ്ദം കൊണ്ട് ആദ്യം ചെയ്യുന്നത് എന്നൊരു അർത്ഥത്തിലാണ്. ചിലപ്പോൾ ധ്വജാദിയും അങ്കുരാദിയും ഒന്നിച്ച് വരുന്ന ഉത്സവങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യം ചെയ്യുന്നത് കൊടിയേറ്റമാണ്. അത് കഴിഞ്ഞ് പിന്നീടായിരിക്കും മുളയിടുക എന്ന് പറയുന്ന പ്രക്രിയ നടത്തുക. അത് സാങ്കേതികമായിട്ട് ചില ഓരോ ക്ഷേത്രങ്ങൾക്കുമുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് അവിടുത്തെ പ്രാദേശികമായ സമ്പ്രദായങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരും. അതിൽ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രത്തിലുള്ള ആഘോഷവും അതോടൊപ്പം തന്നെ ദേവൻ്റെ പരിവാരമൂർത്തികൾക്കൊക്കെ ബലി നൽകുന്ന ശ്രീഭൂതബലി മുതലായ കാര്യങ്ങളാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഓരോ ദിവസവും വളരെ വൈശേഷികമായ ബലി നൽകിക്കൊണ്ട്, ശ്രീഭൂതബലി നൽകിക്കൊണ്ട് ദേവൻ്റെ പരിവാരങ്ങളെ മുഴുവൻ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് ശ്രീഭൂതബലിയിലൂടെ നടത്തുന്നത്. അതിനു പുറമെ ഉത്സവബലി എന്ന് പറയുന്ന വളരെ വൈശേഷികമായിട്ടുള്ളൊരു ചടങ്ങും കൂടി ഈ ഉത്സവത്തോടനുബന്ധമായിട്ട് നടക്കാറുണ്ട്. ഉത്സവബലി എന്ന് പറയുന്നത് ഇതേ പരിവാരങ്ങൾക്ക് തന്നെ കുറേ കൂടി വിസ്തരിച്ചുകൊണ്ട്, ശ്രീഭൂതബലി നിത്യേന നടത്തുന്നുണ്ട്, 2 നേരമോ 3 നേരമോ ശ്രീഭൂതബലി നടത്തുന്നുണ്ടെങ്കിലും അതിനെ ഒന്നുകൂടി വിസ്തരിച്ചുകൊണ്ട് വളരെ വിസ്തൃതമായിട്ടുള്ള രീതിയിൽ മുഴുവൻ പരിവാരങ്ങൾക്കും വളരെ
വിശേഷപ്പെട്ട നിവേദ്യത്തെ അർപ്പിക്കുന്ന ചടങ്ങാണ് ഉത്സവബലി എന്ന് പറയുന്നത്. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ഇത് പ്രസിദ്ധമായ തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കലിയുഗവരതനായ ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവ് ഭക്തജനങ്ങൾക്ക് അഭയവും അനുഗ്രഹവും നൽകി കുടിയിരിക്കുന്ന ക്ഷേത്രസ്ഥാനമാണ് തകഴി ശ്രീ ധർമ്മശാസ്ത്ര കൂപ്പുവാൻ തകഴി ശാസ്താവിൻ നടയിലെത്താം. നിർമാല്യം കണികൾ കൈകൂപ്പുവാൻ തകഴി ശാസ്താവിൻ നടയിലെത്താം. തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് 2 ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പണ്ട് തിരുവല്ലയ്ക്കടുത്ത് ഓതർമലയിൽ പരശുരാമൻ ഒരു ശാസ്താക്ഷേത്രം സ്ഥാപിച്ചുവത്രേ. ഓത്തുള്ള നമ്പൂതിരിമാരുടെ ഒരു സങ്കേതമായതിനാലാണ് ആ മലയെ ഓതർമല എന്ന് വിളിച്ചിരുന്നത്. ഏറെക്കാലത്തിനു ശേഷം തിരുവല്ലയിൽ ശ്രീവല്ലഭ ക്ഷേത്രം വന്നതോടുകൂടി ഓതർമലയിലെ ബ്രാഹ്മണർ അങ്ങോട്ട് കുടിയേറുകയും പരശുരാമ നിർമ്മിതമായ ശാസ്താക്ഷേത്രം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാവുകയും ചെയ്തു. പൂജാദികൾ മുടങ്ങി ക്ഷേത്രം ജീർണാവസ്ഥയിലെത്തി. അങ്ങനെയിരിക്കെ ഒരാണ്ടിൽ അതിഭയങ്കരമായ ഒരു പേമാരിയുണ്ടായി. അതിനെ തുടർന്നുണ്ടായ പ്രളയജലപ്രവാഹത്തിൽ ഓതർമലയിലെ ശാസ്താക്ഷേത്രത്തിലെ വിഗ്രഹം ഒഴുകിപ്പോവുകയും ഇപ്പോൾ തകഴിയിൽ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന് സമീപമുള്ള പുഞ്ചപ്പാടത്തെത്തി അവിടെ ചേറ്റിൽ പുതഞ്ഞു കിടക്കുകയും ചെയ്തു. കാലങ്ങൾ ഏറെ കടന്നുപോയി. ഒരിക്കൽ വില്ലുമംഗലത്ത് സ്വാമിയാർ വടക്കു നിന്നും തെക്കൻ ദിക്കിലേക്ക് വഞ്ചിയിൽ യാത്ര ചെയ്യവേ ബിംബം കിടന്നിരുന്ന സ്ഥലത്തു നിന്നും സ്വൽപ്പം പടിഞ്ഞാറെത്തിയപ്പോൾ സ്വാമിയാർ കിഴക്കുഭാഗത്തായി ഒരു ദിവ്യ തേജസ് കണ്ടു. സ്വാമിയാർ ആ തേജസ് കണ്ടയുടനെ വഞ്ചി കിഴക്കേ കരയിലേക്ക് അടുപ്പിച്ചു. കരയ്ക്കിറങ്ങിയ സ്വാമിയാരുടെ ഭൃത്യന്മാർ ഇരട്ടശംഖ് മുഴക്കുന്നത് കേട്ട് അതിന്റെ കാരണമറിയുന്നതിനായി സമീപസ്ഥരായ ദേശക്കാരെല്ലാവരും തൽക്ഷണം അവിടെ എത്തുകയുണ്ടായി. ഭൃത്യന്മാർ ശംഖനാദം മുഴക്കിയതിന്റെ കാരണം മനസ്സിലാക്കിയ അവർ സ്വാമിയാരെ വന്ന് കണ്ടു വണങ്ങി. ഉടൻ സ്വാമിയാർ ആ ദിവ്യ തേജസ് കണ്ട പ്രദേശം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അനന്തരം സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ബ്രാഹ്മണർ ആ ദിവ്യ തേജസ് കണ്ട പ്രദേശത്തെ ചെളി മാറ്റിയപ്പോൾ അവിടെ നിന്നും ദിവ്യമായ ഒരു ശാസ്താവിഗ്രഹം അവർക്ക് ലഭിക്കുകയുണ്ടായി. സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം ആ ബ്രാഹ്മണർ തന്നെ ആ ബിംബമെടുത്ത് കരയ്ക്കടുപ്പിക്കുകയും ശുദ്ധജലത്തിൽ കഴുകി വെടിപ്പാക്കുകയും ചെയ്തു. ജലാന്തരത്തിൽ നിന്നും ലഭിച്ച വിഗ്രഹം കണ്ട നാട്ടുകാർ ജലപ്രവാഹത്തിൽ ഓതർമലയിൽ നിന്നും വന്ന ശാസ്താവിഗ്രഹമായിരിക്കാം അതെന്ന് സംശയമുന്നയിച്ചു. എന്നാൽ ബിംബം ഒഴുകിപ്പോന്നിട്ട് കുറേ വർഷങ്ങളായെന്നും അതിനുടമസ്ഥന്മാരായി ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനകം അന്വേഷിച്ചു വന്നിരുന്നേനെ എന്നും സ്വാമിയാർ പറഞ്ഞു. അനന്തരം ഇത് പൊതകഴിയിൽ ശാസ്താവിന്റെ വിഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയാർ ബിംബമെടുത്ത് അവിടെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച ശേഷം അവിടെ നിന്നും യാത്രയാവുകയായി. യാത്ര പുറപ്പെടാൻ ഒരുങ്ങവേ തന്നെ വന്ന് കണ്ട ദേശക്കാരോട് ഈ ശാസ്താവിന് ക്ഷേത്രം പണിയിച്ച് കലശം മുതലായവ നടത്തുകയും ഈ സ്വാമിയെ വേണ്ട പോലെ ആചരിക്കുകയും ആദരിക്കുകയും ഭക്തിപൂർവം സേവിക്കുകയും ചെയ്താൽ ആ ദേശത്തിനും ദേശക്കാർക്കും ശ്രേയസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നും സ്വാമിയാർ പറഞ്ഞുവത്രേ. സ്വാമിയാർ യാത്രയായതിനു ശേഷം ഈ ദേശക്കാർ അന്നത്തെ ദേശാധിപതിയായിരുന്ന ചെമ്പകശ്ശേരി രാജാവിന്റെ അടുക്കൽ ഈ വിവരങ്ങളെല്ലാം ധരിപ്പിക്കുകയുണ്ടായി. തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിന്റെ ആജ്ഞയോടും ആനുകൂല്യത്തോടും കൂടി അവർ ആ ശാസ്താവിന് ക്ഷേത്രം പണിയുകയും കലശം മുതലായവ നടത്തിക്കുകയും പൂജ മുതലായവ ശരിയായി നടത്തുന്നതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. പൊതകഴിയിൽ നിന്നും കിട്ടിയതിനാൽ അന്നു മുതൽ ഈ ശാസ്താവ് പൊതകഴിയിൽ ശാസ്താവ് എന്നറിയപ്പെട്ടു. കാലക്രമേണ അതിൻ്റെ ആദ്യാക്ഷരമായ പോ ലോപിച്ച്
തകഴിയിൽ ശാസ്താവ് എന്നായി പ്രസിദ്ധി നേടുകയും ചെയ്തു. തകഴി ശ്രീ ധർമ്മശാസ്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് അടനിവേദ്യം. ദുരിത നിവാരണത്തിനായാണ് ഭക്തർ ഈ വഴിപാട് നടത്തിപ്പോരുന്നതത്രേ. തകഴി ധർമ്മശാസ്താവിന്റെ മറ്റൊരു വിശേഷപ്പെട്ട വഴിപാടാണ് കുത്തില വറുത്തുപൊടി. ശ്രീ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ഭഗവാന് വേണ്ടി ഉദയാർക്ക മഹർഷി നിവേദിച്ച പ്രഥമ നിവേദ്യമത്രേ കുത്തില വറുത്തുപൊടി. സർവ്വ ദുരിതങ്ങളിൽ നിന്നുമുള്ള രക്ഷയ്ക്കായാണ് ഭക്തജനങ്ങൾ ഇവിടെ ഈ വഴിപാട് നടത്തിവരുന്നത്. ജന്മസൗഹൃദം നേടിടും പുണ്യസ്ഥാനം. തകഴിയിലെ പ്രശസ്തവും അതിവിശിഷ്ടവുമായ ഒരു വഴിപാടാണ് എണ്ണ സേവിക്കൽ. ഈ ക്ഷേത്രത്തിന്റെ യശസ്സിന് പ്രധാന നിദാനവും ഈ വഴിപാട് തന്നെ. ത്രിവിധ ദോഷങ്ങളായ വാതപിത്ത കഫങ്ങളുടെ നിവാരണത്തിന് തകഴിയിൽ വല്യെണ്ണ സിദ്ധൌഷധമായി കണക്കാക്കപ്പെടുന്നു. 41 ദിവസമാണ് എണ്ണ കാച്ചലിനുള്ള അവധി. ക്ഷേത്രത്തിനകത്തു നിന്നും മണിനാദം ഉൾപ്പെടെയുള്ള പ്രത്യേക സൂചനകൾ ലഭിച്ചാൽ എണ്ണ പാകമായി എന്നർത്ഥം. എണ്ണ അരിക്കുന്ന ദിവസം ഉച്ചപൂജയ്ക്ക് ഭഗവാന് ഒരു ശർക്കര പായസം നിവേദ്യമുണ്ടാകും. എണ്ണപ്പായസം എന്നറിയപ്പെടുന്ന ആ പായസത്തിന് എണ്ണയുടെ സ്വാദാകും ഉണ്ടാവുക. ആ എണ്ണ യഥാവിധി സേവിച്ചാൽ സകല രോഗങ്ങളും ഭേദമാകും എന്നാണ് വിശ്വാസം. വല്യെണ്ണ സേവയെ കൂടാതെ മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ നിലച്ചിരിക്കുന്നതുമായ ഒരു ചികിത്സാവിധിയും തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുണ്ടായിരുന്നു. മനോദുഃഖങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രസ്തുത ചികിത്സാവിധി ബാധാവേശ ചികിത്സ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബാധാവേശത്തെ ഒഴിച്ചുമാറ്റി ശാരീരികമായും മാനസികമായും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നതിലേക്ക് വഴിപാടായി അയ്യപ്പന്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന തുക ബാധപ്പണം എന്നറിയപ്പെട്ടിരുന്നു. കുംഭമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ കൊടിയേറി അയ്യപ്പന്റെ തിരുനാളായ ഉത്രം നാളിൽ തിരുവാറാട്ടോടുകൂടി സമാപിക്കുന്ന 8 ദിവസത്തെ തിരുവുത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷാവസരം. 2ാം ഉത്സവം മുതൽ 7ാം ഉത്സവത്തിനുള്ള പള്ളിവേട്ട വരെ 6 ദിവസത്തെ ഉത്സവബലിയും ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെടുന്നു. കുംഭമാസത്തിലെ ഉത്രം നാളിലെ അതികാമ്യമായ പ്രദോഷവേളയിൽ പമ്പാ തീർത്ഥത്തിലാണ് തകഴി ശ്രീ ധർമ്മശാസ്താവിന്റെ ആറാട്ട് മഹോത്സവം നടക്കുന്നത്. പൂർവ്വദിക്കിൽ പമ്പാ തീർത്ഥത്തിൽ കൊറ്റേലിക്കടവിൽ ആറാട്ട് കഴിഞ്ഞ് ധർമ്മശാസ്താവിനെ എതിരേറ്റ് ക്ഷേത്രസന്നിധിയിലേക്ക് ആനയിക്കുന്നതോടുകൂടി തിരുവുത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നു. തകഴി ദേശത്തിന്റെ അധിപനായി സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവ് തന്നെ ഇവിടെ പരിലസിക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ ഉപദേവന്മാരൊന്നും തന്നെയില്ല എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഭക്തജനങ്ങളുടെ ദുരിതാവസ്ഥയെ ദൂരീകരിക്കുന്നതിനു വേണ്ടി അനുഗ്രഹാശിസുകൾ നൽകി കടാക്ഷിക്കുകയാണ് കരുണാമൂർത്തിയും ആശ്രിത വത്സലനുമായ സാക്ഷാൽ തകഴിയിൽ ശ്രീ ധർമ്മശാസ്താവ്.